നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇസ്രയേലിന്റെ അയൺ ഡോം തകർത്തെറിഞ്ഞതിനും നിരന്തരം ആക്രമണം നടത്തുന്നതിനും ഹിസ്ബുള്ളയുടെ മടയിൽ കയറി അടിച്ചു. ലബനൻ വളഞ്ഞ് ജൂതപ്പട അകത്ത് കയറി 3 ഹിസ്ബുള്ള നേതാക്കളെ കൊന്നൊടുക്കി. ലബനനിലെ ടാങ്കർ വാഹന വ്യൂഹത്തിന് നേരെ നടത്തിയ ആക്രമണത്തിലാണ് 3 ഭീകരർ കൊല്ലപ്പെട്ടതെന്ന് ഇസ്രയേൽ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. സിറിയയുടെ അതിർത്തിയായ ഹെർമൽ പ്രദേശത്ത് ടാങ്കറുകൾ ലക്ഷ്യമിട്ട് 9 വ്യോമാക്രമണങ്ങൾ നടത്തിയിരുന്നു. ആക്രമണത്തിൽ 5 പേർക്ക് പരിക്കേറ്റതായും ഇസ്രയേൽ സേന അറിയിച്ചു. കഴിഞ്ഞ ദിവസം ഇസ്രയേൽ സൈന്യത്തിന്റെ ഡ്രോൺ ഹിസ്ബുള്ള ഭീകരർ വെടിവെച്ച് വീഴ്ത്തിയിരുന്നു. ഇസ്രയേലിന്റെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഹിസ്ബുള്ള തുടർച്ചയായി വ്യോമാക്രമണം നടത്തിയിരുന്നു. ഹിസ്ബുള്ള നടത്തുന്ന ആക്രമണങ്ങൾക്കെതിരെയുള്ള പ്രത്യാക്രമണമാണിതെന്ന് IDF വ്യക്തമാക്കി. ഹിസ്ബുള്ളക്കെതിരായ ആക്രമണം ഇസ്രയേൽ ശക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ 8 മാസത്തിനിടെ നടക്കുന്ന ആക്രമണങ്ങളിൽ 300 ഹിസ്ബുള്ള ഭീകരരെയാണ് ഇസ്രയേൽ സൈന്യം വധിച്ചത്. ഇസ്രയേൽ സർപ്രൈസിന് തയ്യാറായിക്കോളൂവെന്ന് ഹിസ്ബുള്ള നേതാവ് ഹസൻ നസറുള്ള ടെലിവിഷൻ സന്ദേശത്തിൽ അറിയിച്ചിരുന്നു. പിന്നാലെയാണ് ഇസ്രയേലിന്റെ വജ്രായുധം അയൺ ഡോം തകർത്തത്. എന്നാൽ തൊട്ടു പിന്നാലെ തന്നെ ഇസ്രയേൽ കിടിലൻ സർപ്രൈസ് ഹിസ്ബുള്ളയ്ക്ക് കൊടുത്തു. ലബനനിൽ കയറിയാണ് പണി കൊടുത്തത്. തിരിച്ചടി ലബനൻ പ്രതീക്ഷിച്ചിരുന്നു, എന്നാൽ ഉള്ളിൽ കയറി അടിക്കുമെന്ന് കണക്ക് കൂട്ടിയില്ല. ജൂതപ്പട കലിയിളകി യുദ്ധരംഗത്തിറങ്ങിയിരിക്കുകയാണ്. ബന്ദികളെ രക്ഷിക്കാൻ ജീവൻ പണയം വെച്ച് നടത്തുന്ന നീക്കത്തിന്റെ വീഡിയോ പുറത്തുവിട്ടിരുന്നു. ഇസ്രയേലിന്റെ ചരിത്രം കുറിച്ച റെസ്ക്യൂ ഓപ്പറേഷന്റെ കൂടുതൽ വിവരങ്ങളും വീഡിയോകളും IDF പുറത്തുവിട്ടിരിക്കുകയാണ്. കടുത്ത വെടിവെപ്പിന് ശേഷമാണ് മധ്യഗാസയിലെ നുസ്രിയത്ത് മേഖലയിലെ 2 വീടുകളിലായി സിവിലിയൻസിനൊപ്പം പാർപ്പിച്ചിരിക്കുന്ന ബന്ദികളെ മോചിപ്പിച്ചത്. വീടിന് ചുറ്റും കാവൽ നിന്ന ഹമാസ് ഭീകരരെ കൊന്നൊടുക്കിയാണ് ഇസ്രയേൽ പോലീസിന്റെ തീവ്രവാദ വിരുദ്ധ യൂണിറ്റായ യമാമും സുരക്ഷാ സേനയായ ഷിൻബെറ്റും ചേർന്ന് ബന്ദികളെ മോചിപ്പിച്ചത്. ഈ വെടിവെപ്പിന്റെയും ബന്ദികളെ തിരിച്ചറിയുന്നതിന്റെയും അവരെ ഹെലികോപ്റ്ററിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നതിന്റെയും ഒക്കെ ചെറു വീഡിയോകൾ ഇസ്രയേൽ പുറത്തുവിട്ടിട്ടുണ്ട്. ഗാസയിലെ തൂണിലും തുരുമ്പിലും ഹമാസ് ആണെന്നാണ് രക്ഷപ്പെട്ട ബന്ദികളുടെ മൊഴി. പൊതുവെ കരുതിയിരുന്നത് പോലെ കിലോമീറ്ററുകൾ നീളമുള്ള ഗാസയിലെ ടണലുകൾക്കുള്ളിലല്ല ബന്ദികളെ ഒളിപ്പിച്ചിരുന്നത്. ഗാസയിലെ ജനവാസ കേന്ദ്രങ്ങളിലായിരുന്നു. എന്നിട്ട് ആയുധധാരികളായ ഹമാസുകാർ അവിടെ രഹസ്യമായി കാവൽ നിൽക്കും. ആശുപത്രികളിലും സ്കൂളുകളിലും അഭയാർത്ഥി ക്യാമ്പുകളിലുമൊക്കെ ഹമാസ് ഉണ്ട്. അഭയാർത്ഥി ക്യാമ്പുകളിലെയൊക്കെ ഒരു മുറി ഹമാസിന്റെ ആയുധപുരയാണെന്ന് ഒരു ബന്ദി വ്യക്തമാക്കിയെന്നാണ് വിവരങ്ങൾ. ഇടയ്ക്ക് ഒരു ദിവസം അങ്ങോട്ട് മാറ്റിയപ്പോൾ അയാൾ അത് നേരിട്ട് കണ്ടിട്ടുണ്ടെന്ന് ഈ ബന്ദിയെ ഉദ്ധരിച്ച് റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. അബ്ദുള്ള അൽ ജമാൽ ഹമാസ് പ്രവർത്തകന്റെ നുസ്രിയത്ത് കുടുംബ വീട്ടിലാണ് ഇവരെ ബന്ദികളാക്കിയിരുന്നത്. ഗാസയിലെ ജനങ്ങളിൽ ഭൂരിഭാഗവും ഹമാസിന് ഒത്താശ ചെയ്യുന്നുവെന്നും രക്ഷപ്പെട്ടവർ പറയുന്നുണ്ട്. ഇസ്രയേൽ കാടിളക്കി തിരച്ചിൽ നടത്തുമ്പോഴും വീടുകളിൽ നിന്ന് വീടുകളിലേക്ക് മാറ്റി അവരെ ഒളിപ്പിക്കാൻ കഴിഞ്ഞതും അതുകൊണ്ട് തന്നെയാണ്. ചില വീടുകളിലും ആശുപത്രികളിലുമൊക്കെ തുരങ്കങ്ങളിലേക്ക് ഇറങ്ങാനുള്ള ഷോർട്ട് കട്ടുകളുമുണ്ട്. ഗാസയിലെ വീടുകളുടെ അടിയിലും ഇത്തരം തുരങ്കങ്ങളുണ്ടെന്നാണ് IDF പറയുന്നത്. ഇത് കണ്ടെത്താനാണ് ഗാസയിൽ വ്യാപക ആക്രമണവും പരിശോധനയും നടത്തുന്നതെന്ന് IDF വ്യക്തമാക്കുന്നു. ബന്ദികളെ മോചിപ്പിക്കാനുള്ള നീക്കം നടത്തിക്കോളൂ, പക്ഷേ നിരപരാധികളായ ഗാസക്കാരെ ആക്രമിക്കുന്നത് അനുവദിക്കില്ല എന്ന് ലോകരാജ്യങ്ങൾ ഇപ്പോൾ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. സ്ത്രീകളെയും കുട്ടികളെയും മനുഷ്യ കവചമായി ഉപയോഗിച്ച് ഹമാസ് തന്നെയാണ് ഗാസയിലെ മരണസംഖ്യ കൂട്ടുന്നതെന്ന് IDF പറയുന്നു. ഇസ്രയേലാകട്ടെ അവസാനത്തെ ബന്ദിയെയും വിട്ടുകിട്ടാതെ ആക്രമണം അവസാനിപ്പിക്കില്ല എന്ന കടും പിടുത്തത്തിൽ. സൈനികരുടെ ഹെൽമറ്റ്, ക്യാമറ ഉപയോഗിച്ച് എടുത്ത വീഡിയോകളുടെ ഫുട്ടേജുകളാണ് ഇസ്രയേൽ പുറത്തുവിട്ടിരിക്കുന്നത്. ഓപ്പറേഷനിൽ ഗുരുതരമായി പരിക്കേറ്റ ഒരു യമാം സൈനികൻ ആശുപത്രിയിലാണ്. അതേ ദിവസം ഉച്ചയോടെ ബന്ദികളെ രക്ഷാപ്രവർത്തന ഹെലികോപ്റ്ററിൽ കയറി സുരക്ഷിത സ്ഥാനത്തേക്ക് കൊണ്ടുപോകുന്ന ആദ്യ നിമിഷങ്ങളുടെ ദൃശ്യങ്ങളും IDF പുറത്തുവിട്ടിട്ടുണ്ട്. ഇതിൽ ആദ്യമായാണോ ഹെലികോപ്റ്ററിൽ കയറുന്നത് എന്ന് ചോദിച്ച് രക്ഷപ്പെട്ടവരുമായി കുശലം പറയുന്ന IDF സൈനികരെയും കാണാം. തങ്ങൾ ഏതു പ്രതികൂല സാഹചര്യത്തെയും അതിജീവിക്കും എന്ന ബോധ്യം നൽകാനാണ് ഇസ്രയേൽ ഈ വീഡിയോകൾ പുറത്തുവിടുന്നത് എന്നാണ് വ്യക്തമാക്കുന്നത്. ഹമാസ് പിടിയിൽ നിന്ന് IDF മോചിപ്പിച്ച അൽമോഗ് മെയിർജാൻ തടവിലായിരിക്കെ അറബിയും റഷ്യൻ ഭാഷയും പഠിച്ചതായി അമ്മ ഒറിറ്റ് മേയർ തിങ്കളാഴ്ച പത്രസമ്മേളനത്തിൽ വെളിപ്പെടുത്തി.
അവൻ അറബിയും റഷ്യൻ ഭാഷയും പഠിച്ചത് ബന്ദിയായ ആൻഡ്രി കൊസ്ലോവിൽ നിന്നാണ്. ഹമാസ് തടങ്കലിൽ ആയിരിക്കുമ്പോൾ അൽ ജസീറ മാത്രമാണ് കണ്ടത്. അതിലെ ഒരു വാർത്തയിൽ അവർ തങ്ങളുടെ ഫോട്ടോ കണ്ടതായി എൻ്റെ മകൻ പറഞ്ഞു. ഷെബാബ് മെഡിക്കൽ സെന്ററിൽ മാധ്യമങ്ങളുമായി സംസാരിക്കവെയാണ് ഉറിറ്റ് ഇക്കാര്യം വ്യക്തമാക്കിയത്. 8 മാസത്തിനിടെ ഇതാദ്യമായാണ് ഞാൻ ഉറങ്ങുന്നത്. ഇസ്രയേൽ സൈനിക ഉദ്യോഗസ്ഥർ വിവരം വിളിച്ചു പറഞ്ഞപ്പോൾ ആദ്യം വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ ചോദിച്ചു, അവൻ ജീവിച്ചിരിപ്പുണ്ടോ? സുരക്ഷിതനാണെന്ന് കേട്ടപ്പോൾ ഞാൻ കരഞ്ഞുപോയി. ഞാൻ ഭാഗ്യവാന്മാരിൽ ഒരാളാണ്. എനിക്ക് എൻ്റെ മകനെ കിട്ടി. പക്ഷേ പ്രിയപ്പെട്ടവരെക്കുറിച്ച് ചിന്തിച്ച് കാത്തിരിക്കുന്ന 120 കുടുംബങ്ങൾ ഇവിടെയുണ്ട്. അവരെ രക്ഷിക്കണമെന്നും ഉറിറ്റ് പറഞ്ഞു. ബന്ദികളെ സദാസമയവും വീടുകളിൽ അടച്ചിട്ടിരുന്നില്ല. ഇടയ്ക്ക് പുറത്തിറങ്ങാൻ അനുവദിക്കും. പക്ഷേ അവിടങ്ങളിലൊക്കെ ഹമാസിന്റെ വലയമുണ്ടാകും. നാട്ടുകാർ നല്ല നിലയ്ക്ക് ഹമാസിനെ പിന്തുണയ്ക്കുന്നുണ്ടെന്നാണ് രക്ഷപ്പെട്ട ബന്ദികൾ പറയുന്നത്. മോചിപ്പിക്കപ്പെട്ടവരിൽ നോവ അർഗമണി എന്ന പെൺകുട്ടി ചൈനീസ് വംശജയാണ്. അർഗമണിയെ ഹമാസ് ഭീകരർ ബൈക്കിൽ കയറ്റി തട്ടിക്കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു. കൊല്ലരുതേ എന്ന് കരഞ്ഞു പറയുന്നതും വീഡിയോയിൽ കാണാമായിരുന്നു. ഇത് അർഗമണി തന്നെയാണെന്ന് പെൺകുട്ടിയുടെ അച്ഛനും സ്ഥിരീകരിച്ചിരുന്നു. അതേസമയം ബന്ദികളാക്കിയ മുഴുവൻ പേരെയും മോചിപ്പിക്കാതെ പ്രശ്നം അവസാനിപ്പിക്കില്ല എന്നാണ് ഇസ്രയേൽ പറയുന്നത്. ഗാസയിൽ ബന്ദികളാക്കിയ 120 പേരെ തിരികെ കൊണ്ടുവരാനുള്ള എല്ലാ ശ്രമങ്ങളും ഞങ്ങൾ തുടരും. ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തുമെന്ന് ഞങ്ങൾക്കുറപ്പുണ്ട്. നിങ്ങൾ വീട്ടിലേക്ക് മടങ്ങുന്നതുവരെ ഈ പ്രവർത്തനം അവസാനിക്കില്ല. ഒരു ബന്ദിയെയും രാജ്യം ഉപേക്ഷിക്കില്ല. ബന്ദികളെ വീട്ടിലേക്ക് തിരിച്ചയക്കുന്ന സുപ്രധാന പ്രവർത്തനത്തിൽ സുരക്ഷാ സേനകൾ തോളോട് തോൾ ചേർന്ന് ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് കാണുന്നത് വലിയ അഭിമാനമാണെന്നും IDF വക്താവ് അഡ്മിറൽ ഡാനിയൽ ഹെഗാരി പറയുന്നു. എന്തായാലും ഇപ്പോൾ ഹിസ്ബുള്ളയ്ക്കും കനത്ത തിരിച്ചടി കൊടുത്തു, ഹമാസിനും കനത്ത തിരിച്ചടി കൊടുത്തു മുന്നേറുകയാണ് ജൂതപ്പട. ഒരു തരത്തിലും തങ്ങൾ പിന്നോട്ടേക്കില്ല എന്ന് അവർ വ്യക്തമാക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.